കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. യഹോവയെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്ന് ഇന്ന് പകലിലും നമുക്ക് പ്രഖ്യാപിക്കാൻ തയ്യാറാവണം. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടാകും. എൻ്റെ യാചനയ്ക്ക് അവിടുന്ന് മറഞ്ഞിരിക്കുകയില്ല. തൃക്കൈ എൻ്റെ മേൽ ഇന്ന് പകലിലും നീട്ടും. തൃക്കൈ നീട്ടി തിരുവായി കൊണ്ട് അരുളിച്ചത് നിവർത്തീകരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കരയറ്റാൻ തയ്യാറാകട്ടെ. യഹോവയുടെ വിശുദ്ധന്മാരെ അവിടത്തേക്ക് സ്തോത്രം ചെയ്യുവാൻ, കാരണം അവിടുന്ന് നല്ലവനാണ്. യഹോവ ഭക്തന്മാരായി ചെറിയവരും വലിയവരും ഒരുപോലെ സ്തോത്രം ചെയ്യണം. അവിടുന്ന് നല്ലവനാണ്. നമ്മുടെ താഴ്ചയെ നമ്മെ ഓർത്തവൻ, വൈരിയുടെ കയ്യിൽ നമ്മെ വിടുവിച്ചവൻ, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവനാണ്. ഇന്ന് പകലിലും നന്ദിയോടെ സ്തോത്രം ചെയ്ത ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മയെല്ലാം ഇടയാക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനോ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണുമെന്ന നീതിമാനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ, വിശ്വസ്തനായിരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ മുഖം കാണുവാൻ സാധ്യമാകൂ. ദൈവത്തോടൊരു ബന്ധം എല്ലാ കാലത്തും പുലർത്താൻ നമുക്കിടയാവണം. ദൈവം വലിയവൻ, ദൈവം സർവശക്തൻ, ദൈവം ഉന്നതൻ, ദൈവം ഉയർന്നിരിക്കുന്നവൻ. അവിടുന്ന് മാത്രമാണ് രാജാതി രാജാവ്, കർത്താതി കർത്താവ്, തന്മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, രാജാക്കന്മാർക്ക് അധിപനായവൻ. ഇന്ന് പകലിലും നമ്മുടെ മധ്യമുണ്ട്. വിശ്വസിക്കുക. രാജാതി രാജാവിന്, കർത്താതി കർത്താവിന്, സകലത്തിൻ്റെ കാരണഭൂതം ലാഘുവായവന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? നമ്മുടെ വഴികളുടെ കുറവ് തീർക്കുന്ന, ശക്തി കൊണ്ട് നമ്മുടെ അരമുറുക്കുന്ന സർവശക്തനായൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ധൈര്യത്തോടെ പറ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എല്ലാ കാലഘട്ടത്തിലും പ്രഖ്യാപനം ചെയ്യാൻ അവിടുത്തെ ആത്മാവ് നമ്മെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാനോ യഹോവയെങ്കിലേക്ക് തന്നെ നോക്കും. പ്രിയ സഹോദരങ്ങളെ, വേറെ എങ്ങും നോക്കരുത്. നോക്കിയാൽ പരാജയപ്പെടും, ലജ്ജിക്കും. മറ്റെങ്ങൊന്നും നമുക്ക് സഹായം കിട്ടുകയില്ല. നോക്കേണ്ടവനെ നോക്കൂ, കാണേണ്ടവനെ കാണൂ, അറിയേണ്ടവനെ അറിയൂ. അവിടുത്തെയോട് പറ്റിയിരിക്കൂ, അവിടുത്തെ ശബ്ദം കേൾക്കൂ. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ശക്തിയോടെ മുമ്പോട്ട് പോകാൻ ദൈവമായ കർത്താവ് നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. വിളിച്ചവൻ വിശ്വസ്തൻ, അവൻ ഉണ്മയുള്ള ദൈവം. ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദൈവം, അവിടുത്തെ വിശ്വസ്തതയും നമുക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നു, നമ്മളോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോടകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങളെ നമ്മളോട് അകറ്റിയിരിക്കുന്നു. അതിനായി സ്തോത്രം ചെയ്യാം. പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും ദൈവത്തിൻ്റെ ദയ നമ്മളെ വിട്ടുമാറുകയില്ല, ദൈവത്തിൻ്റെ സമാധാനം നീങ്ങിപ്പോകുകയില്ല എന്ന് അവിടെ നല്ല ചെയ്തല്ലോ. അതിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. മത്തായി സുവിശേഷം 4-ാം അധ്യായം 11-ാം വാക്യം നമുക്കെല്ലാം വളരെ സുപരിതമാണ്. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. പിശാച് വിട്ടുപോയി, ദൂതന്മാർ അടുത്തു വന്നു. യേശു
പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടു. ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയെന്നാണ് എഴുതിയിരിക്കുന്നത്, പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ. അപ്പോൾ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് മരുഭൂമിയുടെ അവസ്ഥ വരും, പരീക്ഷ വരും, പക്ഷെ പരാജയപ്പെടില്ല, തോൽവിയില്ല. അവിടെയും ദൈവ സാന്നിധ്യം നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. നോക്കൂ, യേശു ഉപവസിച്ച് ആ മരുഭൂമിയിലായിരിക്കുമ്പോൾ പിശാച് ചില ചോദ്യങ്ങളുമായി യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. ഇതാണ് സന്ദർഭം. നമ്മുടെ കുറിവാക്യത്തിനോടനുബന്ധിച്ച് 10-ാം വാക്യം കൂടെ വായിക്കൂ. യേശു സാത്താനോട് പറയുകയാണ്, സാത്താനെ, എന്നെ വിട്ടുപോ. ഈ അധികാരത്തിൻ്റെ കൽപ്പനകൾ പുറപ്പെടുവിക്കാൻ തയ്യാറായപ്പോഴാണ് പിശാച് വിട്ടുപോയത്. പൈശാചിക മേഖലകളെ കണ്ട് ഭയപ്പെട്ട് ഇവിടം കൊണ്ട് തീരുമോ, ഇതിലകപ്പെടുമോ, നിൽക്കുവാൻ കഴിയുമോ എന്നൊക്കെ ചിന്തിച്ച് വേദനിക്കുന്ന ചിലരോട് പറയുന്നു, പിശാചിനോട് വിട്ടുപോകാൻ പറയാനുള്ള ആത്മാവിൻ്റെ അധികാരം പ്രാപിക്കണം. ആത്മാവിലത് പ്രാപിക്കണം, പ്രാർത്ഥനയത് പ്രാപിക്കണം, വിശ്വാസത്തോടെ അത് പ്രഖ്യാപിക്കണം. പിശാചേ, അല്ലെങ്കിൽ സാത്താനെ, എന്നെ വിട്ടുപോ എന്ന് പറയാൻ തയ്യാറാകുമെങ്കിൽ പിശാചിൻ്റെ സകല സാമ്രാജ്യങ്ങളും അവൻ്റെ ആയുധങ്ങളും തന്ത്രങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങളുടെ തലമുറകൾക്കെതിരെ നിൽക്കുന്നത് അസാധ്യമായി നിങ്ങളെ അകാരണമായും പീഡിപ്പിക്കുന്ന ശക്തികൾ, അസാധ്യമെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് നിങ്ങൾക്ക് നിരാശ കൊണ്ടുവരുന്ന മണ്ഡലങ്ങൾ ഒക്കെ ഇന്ന് പകൽ മാറിപ്പോകണമെങ്കിൽ പിശാചിൻ്റെ മുഖത്ത് നോക്കി പറയണം. വിട്ടുപോകാൻ പറയാൻ അധികാരം വേണം, ആത്മശക്തി വേണം, അഭിഷേകം വേണം, ധൈര്യം വേണം. നമ്മളെന്താ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പിന്മാറിപ്പോകുകയല്ലേ, പുറകോട്ട് പോകാറില്ലേ, നിരാശപ്പെടാറില്ലേ? അയ്യോ, ഇവിടെ കൊണ്ട് തീർന്നുവെന്ന് പറഞ്ഞ് അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ പിശാച് വീണ്ടും അകത്തേക്ക് പ്രവേശിക്കും. നോക്കൂ, യേശുവിൻ്റെ ഒറ്റ വാക്ക്, വേറെ ഒന്നും പറഞ്ഞില്ല. പിശാചേ, എന്നെ വിട്ടു പോകുവീൻ, സാത്താനേ, എന്നെ വിട്ടുപോ എന്ന് പറഞ്ഞ് വചനം അങ്ങോട്ട് പറഞ്ഞു. വചനത്തിൽ എന്തെഴുതിയിരിക്കുന്നു അത് വിളിച്ചു പറയാൻ തയ്യാറായപ്പോൾ അപ്പോൾ പിശാച് യേശുവിനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്തു വന്ന് ശുശ്രൂഷിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഏത് മേഖലകളിലാണ് തൻ്റെ ജനത്തെ ഒതുക്കുന്നത്, നിങ്ങൾ ഒതുങ്ങിപ്പോകുന്നത്? അവിടെ കൊണ്ട് നാളുകളായി ഒതുക്കപ്പെട്ടും ശൂന്യമാക്കപ്പെട്ടും നിരാശപ്പെട്ടും തളർന്നും തകർത്തുമിരിക്കുന്ന മണ്ഡലങ്ങളെ കണ്ട് ഒതുങ്ങിയിരിക്കരുത്. പിശാചല്ല ജയിക്കുന്നത്, അഭിഷേകമുള്ളവനാണ് ജയിക്കുന്നത്. നിങ്ങളുടെ വാക്കുകൾ ശക്തമാകട്ടെ, ആത്മാവിൽ പ്രഖ്യാപിക്കുന്ന വാക്കുകളാകട്ടെ, അഭിഷേകത്തോടെ നിയോഗത്തിൻ്റെ വാക്കുകളാകട്ടെ. വിട്ടുപോകാനും പ്രവേശിക്കരുതെന്ന് പറയാനും ഞങ്ങളുടെ മേൽ അധികാരമില്ലെന്ന് പറയാനും ഉള്ള ഉൾക്കരുത്ത്, ആത്മബലം ഇന്ന് പകൽ ഏറ്റെടുക്കും. രോഗബാന്ധവങ്ങളോട് പറയണം, എൻ്റെ ശരീരത്തെ വിട്ടുപോകാൻ. വെല്ലുവിളികളോട് പറയണം, എൻ്റെ കുടുംബത്തെ വിട്ടുപോകാൻ. എൻ്റെ കുടുംബജീവിതത്തെയും പ്രാർത്ഥനയും ഒതുക്കാൻ നിൽക്കുന്ന ദുഷ്ടശക്തികളോട് പറയണം, അത് വിട്ടുപോകണം. അപ്പോൾ അത് വിട്ടുപോകും. ദൂതന്മാർ നിങ്ങളുടെ അടുത്തേക്ക് വരും, സ്വർഗമിറങ്ങി വരും, യേശുവിൻ്റെ ശക്തി വ്യാപരിക്കും. ആത്മാവിൽ നമ്മൾ ശക്തരായിത്തീരും. ദൈവകൃപയുടെ ആഴങ്ങൾ വെളിപ്പെട്ടു വരും. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം നിങ്ങൾ അനുഭവിക്കും യേശുവിൻ്റെ നാമത്തിൽ.
യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിലും എത്ര പേർക്ക് വിളിച്ചു പറയാൻ കഴിയും? ചിലത് വിട്ടുപോകാൻ ഞാൻ കൽപ്പിക്കുന്നു, ചിലത് മാറിപ്പോകാൻ ഞാൻ കൽപ്പിക്കുന്നു, കടക്കരുത് എന്ന് ഞാൻ കൽപ്പിക്കുന്നു, കോമ്പൗണ്ട് വിട്ടുപോകാൻ കൽപ്പിക്കുന്നു, ശരീരം വിട്ടുപോകാൻ കൽപ്പിക്കുന്നു, തലമുറകളെ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. എത്ര പേർക്ക് ഇന്ന് പകൽ പറയാൻ തരും? എൻ്റെ ഔദ്യോഗിക മേഖലകളിൽ നിന്ന് വ്യാപരിക്കുന്ന ദുഷ്ടശക്തികൾ മാറിപ്പോകാൻ ഞാൻ കൽപ്പിക്കുന്നു. വേദനിപ്പിക്കുന്ന ചില മുള്ളുകൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറാൻ കൽപ്പിക്കുന്നു. പറയാൻ തയ്യാറാകൂ. ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ദൈവശക്തിയുടെ പ്രവർത്തികൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് വരികയാണ്. ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കേൾപ്പിച്ച അതിശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. വിട്ടുപോകേണ്ടത് വിട്ടുപോകാൻ, അഴിയേണ്ടത് അഴിയാൻ, നിശ്ചലമാകേണ്ടത് നിശ്ചലമാകാൻ ഇന്ന് പകൽ ഞങ്ങളുടെ ആത്മശക്തിയോടെയുള്ള കമാൻഡിങ് വാക്കുകൾ ജനത്തിൻ്റെ മേൽ വിടുതലായി പരിണമിക്കട്ടെ. അഴിയട്ടെ, ഒഴിഞ്ഞു പോകേണ്ടത് ഒഴിഞ്ഞു പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചിലത് ചലിക്കൽ ഞങ്ങൾ ആത്മാവിൽ കൽപ്പിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി തൻ്റെ ജനത്തിൻ്റെ മേൽ, ദൈവസഭകളുടെ മേൽ ഇന്ന് പകലും അങ്ങ് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. സകല മഹത്വവും പ്രഭാതത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ പിശാച് വിട്ടു. എപ്പോൾ? യേശു കൽപ്പിച്ചപ്പോൾ, സാത്താനെ വിട്ടുപോക എന്ന് കൽപ്പിച്ചപ്പോൾ പിശാച് വിട്ടുപോയി, ദൂതന്മാർ അടുത്തു വന്നു. ഈ പകൽ വിട്ടുപോകേണ്ടത് വിട്ടുപോകും. അടുത്തു വരേണ്ട ദൈവ സാന്നിധ്യം നമ്മളിലേക്ക് പ്രവേശിക്കും. ഈ വചനങ്ങളാൽ അവിടെ നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ ബിജു മാത്യു.